സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ ത്യാഗം. നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ത്യാഗങ്ങൾ നമ്മൾ ചെയ്തവരാണ്, ചെയ്യുവാൻ സന്മനസ്സുള്ളവരാണ്. ത്യാഗം ചെയ്യുവാനായിട്ട് എല്ലാവരും അതിന് തയ്യാറില്ലാത്ത അല്ല, ത്യാഗം ചെയ്യുവാനായിട്ട് എല്ലാവരും തയ്യാറുള്ളവരുമല്ല. എന്നാൽ വചനത്തിലൂടെയും അതുപോലെ തന്നെ നാം പലരുടെയും ജീവിത അനുഭവങ്ങളിലൂടെയും നാം നോക്കുമ്പോൾ പലരും ചെയ്തതായ ത്യാഗത്താൽ പലവിധമായ നന്മകൾ ജനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് നാം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അപ്രകാരമായ ഒരു അനുഭവമാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എന്തെന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ അനേക രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ അതിനുവേണ്ടി ഒരുപാട് ഉപവാസങ്ങളും പ്രതിഷേധവും ചെയ്തിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് വേറെ ഒന്നുമല്ല, ഇത് നമ്മളുടെ ഇടുക്കി ജില്ലയിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് തന്നെയാണ്, ഡാമിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. ഇതിൽ ആ ഡാം എപ്രകാരം ഉരുവായി എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പലരും ഇതിൻ്റെ പിന്നിലുള്ള കഥകളെക്കുറിച്ച് പല പത്രവാർത്തകളിലൂടെയും പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പലർക്കും അറിയില്ല. ശരിയായ രീതിയിൽ നാം നോക്കുകയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ എന്നുള്ള അണക്കെട്ട് പെരിയാർ നദിയുടെ കുറുകെയാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. അറബിക്കടലിലേക്ക് ആ ദിക്കിലേക്ക് ഒഴുകുന്ന പെരിയാർ നദിയെ, അതായത് കിഴക്ക് ഭാഗത്തേക്ക് അതിൻ്റെ വെള്ളം തിരിച്ചുവിട്ട് അത് മധുരയിലേക്ക് ആ വെള്ളം എത്തിക്കുവാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ പദ്ധതി. ഈ പദ്ധതി പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഡാം പണിയുവാനുള്ള ഒരു തീരുമാനം അവിടെ എടുക്കുകയുണ്ടായി. ഇതിൻ്റെ പണി 1887 ഇത് ആരംഭിച്ചത്. എന്നാൽ ഈ പെരിയാർ നദിയുടെ വെള്ളം ഈ വനത്തിൽ അത് വേറെ ഒരു ദിക്കിലേക്ക് ഒഴുക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചപ്പോൾ ആ ശ്രമം വിഫലമായിപ്പോയി. വെള്ളം വേറൊരു ദിശയിലേക്ക് അവർക്ക് ഒഴുക്കുവാനായിട്ട് സാധിച്ചില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനുവേണ്ടി ഒരുപാട് പണം ചിലവഴിച്ചു. അതിനുശേഷം ഒരു തീരുമാനമെടുത്തു, ഈ പദ്ധതി നമുക്ക് ഉപേക്ഷിക്കാം എന്ന് തീരുമാനവും എടുക്കുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ എൻജിനീയറായിട്ട് പ്രവർത്തിച്ചിരുന്ന മകൾ വ്യക്തി പെന്നി ക്വേക്ക് എന്നായ ആ മകൾ വ്യക്തി, അദ്ദേഹം ഈ പദ്ധതി എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണമെന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കുകയുണ്ടായി. 1887 ഈ മുല്ലപ്പെരിയാർ പദ്ധതി, ഈ അണക്കെട്ട് പണിത് പൂർത്തീകരിക്കുവാനായിട്ട് അന്ന് മെഡ്രാസിലിരുന്ന്, ഇന്ന് ചെന്നൈ എന്ന് പറയുന്ന മെഡ്രാസിലിരുന്ന് പട്ടാളക്കാരെ കൊണ്ടുവരികയും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് അധ്യാപകരെ ഇടുക്കി ഡാം പണിയുവാനായിട്ട് കൊണ്ടുവന്നു എന്ന് ചരിത്രം അവിടെ പറയുന്നു. അതുപോലെ ഇടുക്കിയുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരിസരത്ത് വസിച്ചിരുന്ന ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി പെന്നി ക്വേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹം ഈ ഡാം പൂർത്തീകരിക്കണമെന്ന് തീരുമാനമെടുത്ത് അദ്ദേഹം ചെയ്തതായ കാര്യമെന്തെന്നാൽ തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളെല്ലാം വിറ്റ് അതിൽ നിന്ന് പണം സ്വരൂപിച്ച് അദ്ദേഹം ഈ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് 1895 ഈ പദ്ധതി പൂർത്തീകരിച്ചത്. ഏതാണ്ട് 483 പേര് ഈ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ മരണമടയുകയും ചെയ്തു. നോക്കുക പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പെന്നി ക്വേക്ക് എന്ന ഈ മകൾ വ്യക്തി ഒരു വലിയൊരു ത്യാഗം ചെയ്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നാം ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്രകാരമായ അനേക കാര്യങ്ങൾ പല വ്യക്തികളുടെയായ ത്യാഗത്താൽ ഇന്നും നാം നന്മ അനുഭവിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
പെന്നിക്വേക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ് ഈ പദ്ധതി പൂർത്തീകരിക്കണം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ മുല്ലപ്പെരിയാർ എന്നുള്ള ഒരു അണക്കെട്ട് ഇടുക്കി ജില്ലയിൽ തന്നെ കാണുകയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകുകയും ഈ പദ്ധതി അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ നാം നന്മ ചെയ്യുവാനായിട്ട്, ത്യാഗം ചെയ്യുവാനായിട്ട് എപ്പോഴും തയ്യാറുള്ളവരായി, അങ്ങനെ ഒരു നല്ല മനസ്സ് ഉള്ളവരായി ഇരിക്കണം എന്നാണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം ഇതിൻ്റെയായ വിശുദ്ധ അംശങ്ങൾ നമ്മൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഗലാത്യർ 3:13 നമുക്ക് വായിക്കാം. ഗലാത്യർ 3:13 പറയുന്നത് എന്തെന്നാൽ, വചനത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 3:13 ഇവിടെ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ഇവിടെ നാം വിശദമായി നാം പരിശോധിക്കുമ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നാണ് വചനം പറയുന്നത്. ശപിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ആയിരുന്ന മനുഷ്യ സമൂഹത്തെ ആ ക്രൂശ് മരണത്തിൽ അല്ലെങ്കിൽ ക്രൂശ് മരത്തിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ശപിക്കപ്പെട്ടവൻ എന്നുള്ള ഒരു പേര് അർഹനായി അവൻ എന്താണ് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പാപമോചനം മനുഷ്യന് നേടിക്കൊടുത്തിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപമായി തീർന്ന ന്യായപ്രമാണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ കർത്താവായ ദൈവം. ഒരു വലിയൊരു വില കൊടുത്ത് നമ്മളെ ദൈവം നമുക്കൊരു മോചനം നേടിത്തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ കർത്താവായ ദൈവം ചെയ്തതായ ഈ വലിയ ഒരു ത്യാഗം, അതിന് നമ്മൾ എത്രത്തോളം എന്തൊക്കെ നമ്മൾ സംസാരിച്ചാലും ശരി, അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ തന്നെ വയ്യ. അത്ര വലിയൊരു ത്യാഗമാണ് കർത്താവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. കാൽവറി ക്രൂശിൽ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് മനുഷ്യ സമൂഹത്തെ മുഴുവനും പാപബന്ധനത്തിൽ നിന്നും ഒരു വലിയൊരു വിടുതൽ നമുക്ക് നൽകി അവൻ തന്നിരിക്കുകയാണ്. നമുക്ക് തുടർന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. കർത്താവായ ദൈവം എന്താണ് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, എന്താണ് നേരെ മറിച്ച് ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഈ പാപബന്ധനത്തിലായിരിക്കുന്ന മനുഷ്യരെ, അവരെ നേടിയെടുക്കുവാൻ വേണ്ടി, മോചിപ്പിക്കുവാൻ വേണ്ടി, അവർക്കൊരു വിടുതൽ നൽകുവാൻ വേണ്ടി അവൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തിരിക്കുന്നു എന്ന് ഇവിടെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നമ്മുടെ ആദി പിതാവും മാതാവും അവർ ചെയ്തതായ ലംഘനത്തിൻ്റെ ഫലത്താൽ നമ്മൾ ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ ആയിത്തീർന്നു. എന്നാൽ മനുഷ്യ സമൂഹത്തെ താൻ സ്നേഹിക്കുന്ന, തൻ്റെ കരങ്ങളിൽ മെനഞ്ഞ ആ മനുഷ്യ സമൂഹത്തെ അപ്രകാരം തന്നെ വിട്ടുവിടാതെ, അങ്ങനെ തന്നെ നിഷേധിച്ച് കളയാതെ ഈ ജനങ്ങളെ വീണ്ടെടുക്കണം, അവർ ഞാനിരിക്കുന്ന സ്ഥലത്ത് അവരും വസിക്കണമെന്ന ഒരു വലിയൊരു ആഗ്രഹത്തോടു കൂടി, ഒരു വലിയ സ്നേഹത്തോടു കൂടി ആ ദൈവം അവനെ തന്നെ മറുവിലയായി അവനെ ആ ക്രൂശിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ,
നമുക്ക് റോമർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടുമെന്ന് മനോഹരമായൊരു വാക്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മൾ ആ പാപ ബന്ധനത്തിലായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എന്നാണ് വചനം ഇവിടെ പറയുന്നത്. എന്നാൽ അതിനുശേഷം ആണെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം കർത്താവായ യേശു നമ്മളെ സ്നേഹിച്ചു. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതായ സത്യം തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അപ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ എന്താണ്, നമ്മളെ രക്ഷിക്കണമെന്നും നമ്മളെ വിടുവിക്കണമെന്നും നമുക്കൊരു വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കണമെന്ന് അവൻ ആഗ്രഹിച്ച് അവൻ എത്രത്തോളം അവൻ്റെ ആയ സ്നേഹത്തിൻ്റെ ആ പ്രകടനം അവൻ കാഴ്ചവെച്ചെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നാം ഈ ലോക ജീവിതത്തിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ ഒരു ബർത്ത്ഡേയ്ക്കോ അല്ലെങ്കിൽ വേറെ അവരുടെ ആയ വെഡിങ് ആനിവേഴ്സറിക്കോ എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് അവരുടെയായ ആ സ്നേഹത്തെ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ആ സാധനങ്ങൾ വാങ്ങിച്ച് അവരുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായി കാണും. അല്ലെങ്കിൽ അവരുടെ സ്നേഹിതന്മാർക്ക് അവരുടെ സ്നേഹം പങ്കുവെക്കുവാനായിട്ട് അവർക്ക് താല്പര്യമുള്ള ചില വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ആഹാരമോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവരുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായി കാണുന്നു. എന്നാൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ, എന്തെങ്കിലും അവർക്ക് പ്രിയമില്ലാത്ത ഒരവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം ആ വ്യക്തിയെ വെറുക്കുകയും ആ വ്യക്തിയെ നിഷേധിക്കുകയും ആ വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും അത്രയധികം വിമർശിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു സ്നേഹമല്ല ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ അവനിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വന്നു എന്ന് ഇവിടെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാമത്തെ വാക്യം അവിടെ പറയുന്നത് എന്തെന്നാൽ, യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. യഹോവയ്ക്കല്ലാതെ അല്ലെങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ആ ദൈവത്തിന് കൊടുക്കേണ്ടതായ ആ ബഹുമാനവും ആ ആരാധനയും യഹോവയ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവൻ നശിപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ അവൻ നാശയോഗ്യനാണ് എന്ന് ഇവിടെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതായി കാണുന്നു. യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ ആ വലിയ ആ ത്യാഗത്തെ അത് മനസ്സിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്, അവനാണ് സകലവിധമായ മഹത്വവും എല്ലാവിധമായ ആരാധനയും എല്ലാം അവനാണ് മഹത്വം കരയേറ്റേണ്ടത് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രഥമ സ്ഥാനം നൽകേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനമല്ല, രണ്ടാം സ്ഥാനമല്ല, എന്നാൽ നാം അവസാനത്തെ ആ സമയമാണ് എന്നാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നിങ്ങൾ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്
നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന, നിങ്ങൾക്ക് നന്മകൾ പകർന്നിരിക്കുന്ന, അനുദിനവും നിങ്ങളെ നിരീക്ഷിച്ച് നിങ്ങളെ എല്ലാവിധമായ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കുന്നതായ ആ ദൈവത്തിന് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രഥമ സ്ഥാനം നൽകണം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അവൻ്റെ കരുണ നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ എഴുന്നേറ്റ് ജീവനോടുകൂടി നമ്മളുടെയായ കാര്യങ്ങൾ ചെയ്യുവാനും ദൈവം പകർന്നിരിക്കുന്ന നന്മകൾ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ആയതിനാൽ ഓരോ നിമിഷവും ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് അത് ദൈവത്തിൻ്റെ കരുണയിനാലും കൃപയിനാലും മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രഥമ സ്ഥാനം നൽകണം. അവന്, ആ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന്, അവന് വേണ്ടി അവനെയാണ് നമ്മൾ മഹത്വം കരയേറ്റേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ഉൽപ്പത്തി 4:4 നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ നമ്മൾ ഒരു പ്രത്യേകമായ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാമത്തെ വാക്യം, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്ന് യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു എന്ന് പറയുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്ന് ഇവിടെ വചനം പറയുന്നതായിട്ട് കാണുന്നു. ദൈവത്തെ എപ്രകാരം നമ്മൾ മാനിക്കണം, ദൈവത്തിന് എപ്രകാരം നമ്മൾ അവനെ ആരാധിക്കണം, എങ്ങനത്തെ ഏത് രീതിയിലാണ് അവനെ നാം പ്രസാദിപ്പിക്കാവുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവീയ ഉപദേശത്തിൻ പ്രകാരം, ദൈവീയ പദ്ധതിയിൻ പ്രകാരം, അവൻ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് പ്രകാരം നമ്മൾ അവനെ ആരാധിക്കുകയും അവന് തിരുമുൽ കാഴ്ചകൾ അവന് വേണ്ടി സമർപ്പിക്കുകയും അവനെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തന്നെ ഒരു കാണിക്കയായി, തിരുമുൽ കാഴ്ചയായി അവൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ നേരെ മറിച്ച് അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അരുത്. കയനിൽ ദൈവത്തിൻ്റെ അവൻ നൽകിയ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. അവന് നൽകിയ നിർദ്ദേശത്തിന് വിരുദ്ധമായി അവൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് ദൈവം അവൻ്റെ വഴിപാടിൽ ദൈവം ഇഷ്ടപ്പെടാത്തത്. എന്നാൽ ഹാബേൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവൻ ചെയ്തതുകൊണ്ട് ദൈവം അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു എന്ന് വചനം ഇവിടെ വളരെ വ്യക്തമായിട്ടിവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതിനാൽ നമ്മളുടെ ജീവിതത്തിൽ നാം എപ്പോഴും ദൈവത്തിന് പ്രിയമുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എപ്പോഴും തയ്യാറുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവന് പ്രിയമുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കണം. നമ്മൾ എത്രയോ പേരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവരുടെയായ ഇഷ്ടപ്രകാരം പല കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. ചില വേദ ഉപദേശങ്ങളെ ചോദ്യം ചെയ്യുന്നതായി കാണുന്നു. ഇപ്രകാരം ആയിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്രകാരം ആയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് ദൈവീയ ഉപദേശങ്ങളെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ചിലപ്പോൾ ദൈവത്തിൻ്റെ ദശാംശത്തെക്കുറിച്ച്, ദൈവത്തിന് നൽകേണ്ടതായ ദശാംശത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് എന്തിനാണ് പണം, എന്തിനാണ് ഇപ്രകാരമെല്ലാം ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും പല ദൈവീയ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് ഉരിയിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആയതിനാൽ നാം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ നാം ആ നിർദ്ദേശങ്ങൾ പാലിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
നാം എത്രത്തോളം നമ്മൾ യാഗ വഴിപാടുകൾ നമ്മൾ ചെയ്താലും അതിനേക്കാളും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്തെന്നാൽ അനുസരണ എന്നുള്ളതായ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് തിരുവചനം പറയുന്നത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തു തന്നെ നിങ്ങൾ ചെയ്താലും ദൈവീയമായ ഉപദേശങ്ങളെ അനുസരിച്ചുകൊണ്ട് ദൈവീയമായ നല്ല കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അനുസരിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമെന്ന് തിരുവചനത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് അനേക കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് കാരണം തന്നെയാണ്. ഒരുപക്ഷെ ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുവാനായിട്ട് തയ്യാറില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കുവാനായിട്ട് തയ്യാറല്ല. അപ്പോൾ അങ്ങനെ ആയി വരുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നു. ഇന്ന് വിദ്യാർത്ഥികൾ എന്താണ് അധ്യാപകന്മാർ പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുവാനോ അനുസരിക്കുവാനായിട്ട് തയ്യാറില്ല. അങ്ങനെ അനുസരണ ഇല്ലാത്ത ഒരു തലമുറയായി ഇന്ന് അനേകർ, അല്ലെങ്കിൽ യൗവനക്കാർ, അങ്ങനെയുള്ള ഒരു തലമുറയായി ഇന്ന് തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്സര ബുദ്ധിയുള്ളവരായി കാണപ്പെടുന്നു, അനുസരിക്കുവാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് കേൾക്കാനാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് മാതാപിതാക്കൾക്കെതിരായിട്ടും മുതിർന്നവർക്ക് എതിരായിട്ടും ഇന്നുള്ള യൗവനക്കാർ അപ്രകാരം സംസാരിക്കുന്നത് കേൾക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ അവരുടെ പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അവർ തിരിച്ചറിയാതെ അവർ കാര്യങ്ങൾ ഇപ്രകാരം സംസാരിക്കുകയും അപ്രകാരമായ ഒരു ചിന്തയോടുകൂടി അവർ ജീവിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ അവൻ ചെയ്ത ആ വലിയ ഒരു നന്മ, അവൻ ചെയ്തതായ ആ ത്യാഗം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് എത്ര നന്നായിരിക്കും. ഇവിടെ ഞാൻ തിരുവചനത്തിൽ നിന്ന് നാം യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം തന്നെയാണ്. 3:16 എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ നിന്ന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്താണ് വചനം പറയുന്നത്? ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തെ അവൻ സ്നേഹിച്ചത് കൊണ്ട് അവൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകി വലിയൊരു ത്യാഗം ചെയ്തിരിക്കുകയാണ്. ആ ത്യാഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് അടിയങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെയായ ആ ക്രൂശ് മരണത്തിലൂടെ അടിയങ്ങളെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം അടിയങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം കർത്താവ്. അങ്ങയുടെയായ ക്രൂശ് മരണത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അയച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. താഴെ കാണുന്ന TV സ്ക്രീനിൽ ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ആത്മീയമായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ എപ്പോഴും ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം.